ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നോക്കാമെന്ന് കരുതുന്നു. 9ാമത്തെ ശ്ലോകം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവ സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ഠാ സനകമുഖാൻ മുനീൻ പുരസ്താൽ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. തദ്ദത്തം, നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ ആ പൃഥു മഹാരാജാവിൻ്റെ മുൻപിൽ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട കഥയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആ മഹാവിഷ്ണു ഭഗവാനാൽ ദത്തം ലഭിക്കപ്പെട്ട, കൊടുത്ത വരമുപലഭ്യ, വരം ഉപലഭ്യ, വരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ വരം തന്നെ, അനുഗ്രഹം. ഉപലഭ്യ കിട്ടിയിട്ട്, അങ്ങനെയൊരു ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ തന്നെ കൊടുത്ത അങ്ങനെ ഒരു വരം കിട്ടിയിട്ട്, എന്താ വരം എന്ന് ചോദിച്ചാൽ എന്തേ വേണ്ടു പൃഥുവിന് എന്നുള്ളതാണ് ഈ ഒരു വരത്തിൻ്റെ പ്രത്യേകത. ഭക്തിമേകാം, ഭക്തിം ഏകാം, ഭക്തിം അല്ലയോ ഭഗവാനെ അങ്ങയിലുള്ള ഉറച്ച ഭക്തി, ദൃഢമായ ഭക്തി, ഏകാം അതൊന്നു മാത്രമേ ആ പൃഥുവിനു വേണ്ടൂ. അത് ആ ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് ലഭിക്കുകയും ചെയ്തു. നോക്കൂ, എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്, വലിയൊരു സാമ്രാജ്യമുണ്ട്. ശതമഖൻ എന്നുള്ള ഒരു പേരൊഴിച്ചാൽ, ഇന്ദ്രപദവി എന്നുള്ള ഒന്നൊഴിച്ചാൽ അതും ലഭിച്ചു പോയനെ. ഇന്ദ്രൻ അസൂയയാൽ തൻ്റെ ആ അശ്വത്തെ ഹരിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ ആ ഒരു 100ാമത്തെ അശ്വമേധയാഗം ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്തിവയ്ക്കുകയും അത് മതിയാക്കുകയും ചെയ്തപ്പോൾ വേണ്ട, നടത്തണ്ട എന്ന് തീരുമാനിക്കുകയും ബ്രഹ്മാവിൻ്റെ ആ ഒരു ഉപദേശത്തെ മാനിക്കുകയും ചെയ്ത പൃഥുവിനെ സംബന്ധിച്ചിടത്തോളം ആ പൃഥു മഹാരാജാവിന് വേണമെങ്കിൽ ദേവേന്ദ്രൻ്റെ പദവി തന്നെ, ആ യാഗം പൂർത്തിയാക്കാതെ തന്നെ ദേവേന്ദ്രൻ്റെ പദവി തന്നെ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഭഗവാനോട് ചോദിച്ചതാകട്ടെ, എനിക്ക് വേണ്ടതല്ലയോ ഭഗവാനെ, അങ്ങയിൽ ദൃഢമായ ഭക്തി ഒന്ന് മാത്രമേ വേണ്ടൂ. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. മറ്റെല്ലാം തന്നെ അതിൻ്റെ മുൻപിൽ വളരെ തുച്ഛമാണെന്നറിയുന്നവനാണ് ഭക്തൻ. ഭഗവാനിങ്കലുള്ള ദൃഢമായ ഭക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റെന്ത് നേടുന്നതിനേക്കാളും വലിയ നേട്ടമാണ്. മനസ്സിന് ആ ഒന്നുകൊണ്ട് മാത്രമേ ശാന്തി ഉണ്ടാവൂ, തൃപ്തിയുണ്ടാകൂ. കാരണം നമുക്കറിയാം ഭഗവാന്റെ സഹസ്രനാമത്തിൽ ഒരു പേര് തന്നെ, ഭഗവാന്റെ പേര് തന്നെ ശാന്തി. ഭഗവാൻ തന്നെ ശാന്തിയുടെ മൂർത്തിരൂപമാണ്. ഭഗവാനെ കിട്ടിയാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. മനസ്സിന് ശാന്തിയേകാൻ, തൃപ്തിയേകാൻ, നിർവൃതിയേകാൻ, ആനന്ദമേകാൻ ആ ഭഗവാനെ തന്നെ കിട്ടണം. ബാക്കിയെല്ലാം, ഭൗതിക ലോകത്തിലെ ബാക്കി എല്ലാ നേട്ടങ്ങളും, ആ നേട്ടങ്ങളോടൊപ്പം നഷ്ടത്തിൻ്റെ ഒരു വേദനയും അതിനോട് ചേർന്നാണ് വരുന്നത്. അതെല്ലാ നേട്ടവും, അത് വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, മറ്റു ഭൗതികമായ പദവികളായാലും മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങളായാലും എല്ലാം ഇന്ന് വരുന്നത് നാളെ നമ്മുടെ കയ്യിൽ നിന്നും ഇല്ലാതെയാകുന്ന ഒരു നഷ്ടത്തിൻ്റെ ഒരു വേദന അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായ എല്ലാ നേട്ടങ്ങളും, എല്ലാ സൗഭാഗ്യങ്ങളും അത് മനസ്സിന് അശാന്തി പകരുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നേടുമ്പോൾ സുഖവും അതിന് കോട്ടം വരുമ്പോൾ അശാന്തിയും നൽകുന്നതാണ്. നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ അശാന്തസ്യ കുതഃ സുഖം, ശാന്തിയില്ലാത്തടത്ത് എവിടെയാണ് സുഖമുണ്ടാവുക? അപ്പോൾ ആ പരമമായ സുഖം അതന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആ സുഖം കിട്ടണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. ശാന്തമാകണമെങ്കിൽ ശാന്തി തന്നെയായിട്ടുള്ള ആ ഭഗവാനെ തന്നെ
ആശ്രയിക്കണം. ആ ഒരു ഉറച്ച ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഓരോ ജീവനും ഓരോ ജന്മവും നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭം. അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ പൃഥു മഹാരാജാവ് ഇവിടെ ചോദിച്ചത്, എനിക്ക് അല്ലയോ ശ്രീഹരി ഭഗവാനെ അങ്ങയിൽ ഉറച്ച ഭക്തി ഒന്ന് മാത്രമാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു വരമൊക്കെ ലഭിച്ചിട്ട് ഭഗവാന് സന്തോഷമായി. തൻ്റെ ഒരു ഉത്തമ ഭക്തനെ കാണാൻ കഴിഞ്ഞതിൽ, തൻ്റെ തന്നെ അംശമായിരുന്നിട്ട് കൂടി തന്നോട് ചോദിച്ചത് തന്നിലുള്ള ദൃഢമായ ഭക്തിയാണല്ലോ. ഭഗവാൻ കനിഞ്ഞരുളി ആ വരത്തെ നൽകുകയും ചെയ്തു. അങ്ങനെ ആ വരം ലഭിച്ച പൃഥു മഹാരാജാവ് ഒരിക്കൽ ഗംഗാന്തേ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ അന്ത്യത്തിൽ, ഗംഗാനദിയുടെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ആ ഗംഗയുടെ തീരത്തിൽ വിഹിതപദ കഥാപി ദേവ, വിഹിതപദ പറഞ്ഞാൽ അവിടെ അവിടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട്, കഥാപി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആ ഗംഗയുടെ തീരത്തിൽ അങ്ങ് അവിടെ സ്ഥാനമുറപ്പിച്ചുകൊണ്ട്, ദേവ അല്ലയോ ഭഗവാനെ, അല്ലയോ ഭഗവാനെ, സത്രസ്ഥം ആ സത്രത്തിൽ, ഇത് ഒരു സത്രവേദിയാണ്, അവിടെ ഒരു സത്രം നടക്കുകയാണ്. ആ സത്രത്തിൽ, ഗംഗയുടെ തീരത്ത് വെച്ച് നടക്കുന്ന ആ ഒരു സത്രവേദിയിൽ ഇപ്പോൾ സാക്ഷാൽ ഭഗവാനിൽ നിന്ന്, ശ്രീഹരി ഭഗവാനിൽ നിന്നും അനുഗ്രഹം കിട്ടിയ, വരം കിട്ടിയ ആ പൃഥു മഹാരാജാവ് അവിടെ വന്ന് ആസനസ്ഥനായപ്പോൾ അവിടെ വേറെ ആരൊക്കെയാണ് വന്ന? സത്രസ്ഥം, ആ സത്രത്തിൽ വന്നിരുന്നു ആരൊക്കെ? മുനിനിവഹം, ധാരാളം മുനിമാർ വന്നിരുന്നു. ആ മുനിമാർക്ക് ഹിതാനി ശംസന്നൈക്ഷിഷ്ഠ, ഹിതാനി അവരുടെ ഹിതത്തിനായിക്കൊണ്ട്, അവരുടെ പ്രിയത്തിനല്ല, അവർക്ക് നാളെ നന്മ വരുന്നത് എന്താണോ ആ പരമമായ ആത്മോപദേശത്തെ, പരമമായ ഭാഗവത ധർമ്മത്തെ, പരമമായ ആ ഭഗവത് ചൈതന്യത്തിൻ്റെ മഹത്വത്തെ ശംസന്നൈക്ഷിഷ്ഠ, ശംസൻ ഐക്ഷിഷ്ഠ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശംസൻ ഐക്ഷിഷ്ഠ. ശംസൻ എന്ന് പറഞ്ഞാൽ ഉപദേശം ചെയ്യുക. ആ പരമമായ ധർമ്മത്തെ, ആ സത്യത്തെ, ആ ഭാഗവത ധർമ്മത്തെ ഉപദേശം ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അവിടെ സത്രവേദിയിൽ വന്നിരുന്ന മുനിമാർക്കൊക്കെ ആരാണിപ്പോൾ ഈ പരമമായി? നോക്കൂ, മുനിമാരൊക്കെ അത്രമാത്രം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഭഗവത് വിചാരത്തിനായി മാറ്റിവെച്ചിരിക്കുന്നവരാണ് മുനിമാർ, മഹർഷിമാരെന്ന് പറയുന്നത്. ഇവിടെ പൃഥു മഹാരാജാവ് തൻ്റെ രാജ്യഭരണം വേണ്ട വിധത്തിൽ നടത്തുകയും വേണം, അതോടൊപ്പം അപ്പോഴൊക്കെയും ഭഗവാനിങ്കൽ ഉറച്ച ഭക്തി ഉണ്ടെന്നുള്ളതേയുള്ളൂ. പക്ഷെ ഭൗതികമായ കാര്യങ്ങളും അതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങളും അതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. മഹർഷിമാരാകട്ടെ സദാസമയം ഭഗവത് വിചാരത്തിൽ കഴിയുന്നവരാണ്. ആ മഹർഷിമാർക്കും ധർമ്മോപദേശം ചെയ്യാൻ പൃഥു മഹാരാജാവിനെ കൊണ്ടിരുത്തിയെങ്കിൽ, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ സുദർശനത്തിൻ്റെ മഹത്വം, അവിടുത്തെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞ, അവിടുത്തെ ഒന്ന് ആ പുണ്യദർശനം ലഭിച്ചതിൻ്റെ മഹത്വമാണത്. അവിടുന്നിലുള്ള ആ ഉറച്ച ഭക്തി, ഭഗവാനിൽ നിന്ന് തന്നെ അനുഗ്രഹിച്ചു കിട്ടിയ പൃഥു മഹാരാജാവിൻ്റെ ഓരോ വാക്കും അതുകൊണ്ട് തന്നെ അത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ്, മഹത്വമുള്ളതാണ്, പുണ്യമാണ്. അത് കേൾക്കാൻ മഹർഷിമാരിവിടെ ഈ സത്രവേദിയിൽ വന്നിരുന്നു. അങ്ങനെ ഇരുന്ന മഹർഷിമാർക്ക് ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐക്ഷിഷ്ഠ എന്ന് പറഞ്ഞാൽ കാണുവാനിടയായി. ആരെ? സനകമുഖാൻ മുനീൻ പുരസ്താത്. സനകമുഖാൻ മുനീൻ, സനൽ കുമാരാദി മുനികളെ. നമുക്കറിയാം
അവർ 4 പേരാണ്: സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഈ 4 പേരെന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവരാകട്ടെ സദാ ഭഗവത് വിചാരത്തിൽ മാത്രം കഴിയുന്ന അത്രയും ധന്യാത്മാക്കളാണ്, സുഹൃത്തികളാണ്. ആ സുഹൃത്തികളായിട്ടുള്ള സനൽകുമാരാദി മഹർഷിമാരെ കാണാനിടയായി. എവിടെ? പുരസ്താ, തൻ്റെ കൺമുൻപിൽ, തൻ്റെ മുൻപിൽ ആ സനൽകുമാരാദി മഹർഷിമാർ പ്രത്യക്ഷപ്പെട്ടു. കാരണം സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ ഇവിടെ നോക്കൂ, തപസ് ചെയ്തോ ധ്യാനം ചെയ്തോ ഭഗവാനെ പ്രീതിപ്പെടുത്തി വരുത്തിയതല്ല. ബ്രഹ്മാവിൻ്റെ വാക്കുകളെ മാനിച്ച് തൻ്റെ യാഗത്തെ വേണ്ടാന്ന് വെച്ചപ്പോൾ അതിൽ സംപ്രീതനായിട്ട് ഭഗവാൻ സ്വയം വന്നു ചേരുകയായിരുന്നു പൃഥുവിൻ്റെ മുൻപിൽ. അങ്ങനെയുള്ള ആ പൃഥുവിനോട് സാക്ഷാൽ സനൽകുമാരാദി മഹർഷിമാർക്ക് പോലും തോന്നിയ ഒരു ബഹുമാനം, ഒരു ഇഷ്ടം. ഇങ്ങനെ പൃഥു മഹാരാജാവും മറ്റുള്ള മുനിമാർക്ക്, അവിടെ ആ സത്രവേദിയിൽ വന്ന മഹർഷിമാർക്കൊക്കെയും ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സനൽകുമാരാദി മഹർഷിമാർ പൃഥു മഹാരാജാവിൻ്റെ മുൻപിൽ കാണുവാനിടയായി, എത്തിച്ചേർന്നു ആ സത്രവേദിയിൽ. ആ ഭഗവാനിൽ നിന്നും കിട്ടിയ ഭഗവാന്റെ ആ ഒരു അതിവിശിഷ്ടമായിട്ടുള്ള ആ രൂപത്തെ കാണുവാൻ കഴിഞ്ഞപ്പോൾ ആ രൂപത്തിൽ നിന്നും കിട്ടിയ അനുഗ്രഹമാകുന്ന ചൈതന്യം, ആ ചൈതന്യം ഇപ്പോൾ പൃഥുവിൻ്റെ ഉള്ളിലും പൃഥു മഹാരാജാവിൻ്റെ ഉള്ളിലും ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നെയും ഭഗവാന്റെ ഒരു അംശം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവനിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തീർച്ചയായും ഈ ലോകത്തിൻ്റെ തന്നെ ഹിതത്തിന് ഉതകുന്നതായിരിക്കും, അവരുടെ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കും. അങ്ങനെയുള്ളവരുടെ വാക്കുകൾ അത്രമാത്രം ശ്രേഷ്ഠത ഉള്ളതായിരിക്കും. അതറിഞ്ഞുകൊണ്ടാണ് ഇവിടെ സനൽകുമാരാദി മഹർഷിമാരിതാ ഇവിടെ പൃഥു മഹാരാജാവിൻ്റെ മുൻപിൽ വന്നത്. നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കദാപി ദേവാ സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ടാ സനകമുഖാൻ മുനീൻ പുരസ്താത്. ചില ബുക്കുകളിൽ പുരസ്താൽ എന്ന് കാണും, ഇൽ ആയിരിക്കാം. ചില ബുക്കുകളിൽ ത എന്ന് വന്നിട്ടുണ്ടാവും. ത ആണ് കൂടുതൽ ശരി എന്ന ഗുരു പറയാറുണ്ട്. ഇനിയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തദ്ദത്തം, അവിടെ ദായും തായും കൂട്ടക്ഷരമാണ്, രണ്ടും ഒന്ന് കട്ടിയിൽ തന്നെ വായിക്കുക. അതേപോലെ വരമുപലഭ്യ, വരം ഉപലഭ്യാണ്, അതുകൊണ്ട് തന്നെ മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് ഭക്തിം ഏകാമാണ്, ഭക്തിമേകാം, ഭക്തി മേകാമാകരുത്, മായല്ല, അവിടെ ഏകാരമാണ് കൊടുക്കേണ്ടത്. അടുത്തത് വിഹിത പദഃ കദാപി ദേവ, വിഹിത പദ, അവിടെ വിസർഗമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക, പകുതി ഹകാരം കൊടുത്തു വായിക്കുക. അടുത്തത് മൂന്നാമത്തെ വരിയുടെ അവസാനവും നാലാമത്തെ വരിയിലും കൂടെ ചേർത്തിട്ട് ഒരു സമസ്ത പദം വരുന്നുണ്ട്. അത് കഴിയുന്നതും മുറിച്ച് വായിക്കരുത്, അത് ചേർത്ത് തന്നെ വായിക്കുക. ശംസൻ സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസന്നൈക്ഷിഷ്ഠ. ഇനിയും അവിടെ അത് അത്രയും പോരായെങ്കിൽ അവിടെ ഐക്ഷിഷ്ഠ, അവിടെയൊക്കെ കട്ടിയിൽ വായിക്കേണ്ട വാക്കുകളാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ വായിക്കാൻ പറ്റാത്തവർക്കായിട്ട് പറയട്ടെ, സത്രസ്ഥം മുനിനിവഹം ഹിതാനി ശംസൻ, ഇൻ എന്നവിടെ ചേർത്തുകൊണ്ട് താഴെ ഐക്ഷിഷ്ഠ എന്ന് എടുത്ത് വായിക്കുക. താഴെ നൈക്ഷിഷ്ഠ എന്നാവരുത്, മുകളിൽ ഇൻ കൊടുക്കുകയാണെങ്കിൽ താഴെ ഐക്ഷിഷ്ഠ എന്നെടുക്കുക. അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാദഗേഹവാസിൻ. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വിജ്ഞാനം, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ
അത് വിശേഷണയുള്ള ജ്ഞാനമാണ്. കാരണം ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം, ജ്ഞാനം എല്ലാവർക്കും നേടാൻ കഴിയുന്നതും വിജ്ഞാനം അത് അനുഭവ തലത്തിൽ അറിഞ്ഞതുമാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെ വിജ്ഞാനം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം സനകമുഖോദിതം ദധാന, സനകമുഖോദിതം, ഈ സനക മഹർഷിമാരുടെ മുഖത്തിൽ നിന്നും വീണ ഈ വിജ്ഞാനം ദധാന, അത് വേണ്ട വിധത്തിൽ അത് ഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ സനൽകുമാരാദി മഹർഷിമാർ ഇവിടെ വന്നത് തന്നെ ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിമാർക്ക് ധർമ്മോപദേശം ചെയ്തുകൊണ്ടിരുന്ന ആ പൃഥു മഹാരാജാവിന് വിജ്ഞാനത്തെ പ്രദാനം ചെയ്യാനാണ്. കാരണം തങ്ങളുടെ അനുഭവം കൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സദാ ആ അനുഭവ തലത്തിലിരിക്കുന്ന, എന്താണോ നേടിയത് ആ അറിവിനെ സ്വയം സ്വായത്തമാക്കുക മാത്രമല്ല, അതിൻ്റെ അനുഭവ തലത്തിൽ അതിനെ അറിയാൻ കഴിയുകയും കൂടെ ചെയ്യുമ്പോഴാണ് അത് വിജ്ഞാനമാകുന്നത്. സനൽകുമാരാദി മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം ആത്മോപദേശം, ആത്മതത്വം അറിയാമെന്നത് മാത്രമല്ല, ആ താത്വികമായ തലത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. സദാ ഭഗവാനോട് ചേർന്നിരിക്കുന്നവരാണ്. ആ ആനന്ദം സദാ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് മറ്റൊരാളിന് കൊടുക്കാൻ കഴിയുക, അല്ലേ? ഇവിടെ ആ സനൽകുമാരാദി മഹർഷിമാരുടെ കയ്യിലുള്ളത് ആ പരമമായ ആ ആനന്ദാനുഭവമാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം. തങ്ങളൊക്കെ ഈശ്വരൻ്റെ തലത്തിലാണ് അവരൊക്കെ നിൽക്കുന്നത്, ജീവിക്കുന്നത്, അനുഭവിക്കുന്നത്. ആ ഭഗവാനെ അനുനിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിശേഷണയുള്ള ജ്ഞാനം, വിജ്ഞാനം ആ സനക മഹർഷിമാരുടെ മുഖത്തു നിന്നും അങ്ങനെ ഉയർന്നു വന്ന, വഴുതി വീണ ആ വിജ്ഞാനത്തെ ദധാന എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ഗ്രഹിച്ച ആര്? ആ പൃഥു മഹാരാജാവ്. അപ്പോൾ വന്നത് പൃഥു മഹാരാജാവിന് ആ വിജ്ഞാനത്തെ പകർന്നു കൊടുക്കാനാണ്. അത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി, സ്വാത്മാനം തൻ്റെ തന്നെ ആ ഒരു സ്വരൂപത്തെ, തൻ്റെ തന്നെ ആത്മസ്വരൂപത്തെ സ്വയമകമോ, സ്വയം അഗമഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വയമകമോ. സ്വയം എന്ന് പറഞ്ഞാൽ തന്നെ, ആരുടെയും നിർബന്ധപ്രകാരമല്ല, ആരും തന്നെ നിർബന്ധപൂർവം വിട്ടതല്ല. ഇവിടെ എല്ലാത്തിൽ നിന്നും വിരക്തി നേടി പരമമായ ആ വിജ്ഞാനത്തെ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ, ഇപ്പം നോക്കും, നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും ഒരു ഐസ് വെച്ച് തന്നാൽ നമ്മുടെ കൈകളിലും ആ തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ ഈ പരമമായ വിജ്ഞാനത്തെ സനൽകുമാരാദി മഹർഷിമാർ പകർന്നു കൊടുത്തപ്പോൾ അതിനെ അനുഭവിച്ചറിഞ്ഞ പൃഥു മഹാരാജാവ് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് എന്താ ചെയ്തത്? വനാന്തസേവി, വനത്തിലേക്ക് പോയി തപസ്സിനായിക്കൊണ്ട്, എന്നിട്ട് അവിടെ വെച്ച് സ്വാത്മാനം സ്വയമകമോ, സ്വാത്മാനം അഗമഹ, തൻ്റെ തന്നെ ആ ആത്മസ്വരൂപത്തെ അഗമഹ പ്രാപിച്ചു. തൻ്റെ തന്നെ ആ ആത്മസ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മുക്തനായി തീർന്നു, മോക്ഷത്തിലേക്ക് പോയി. അപ്പോൾ ആ തപസ്സിലൂടെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ, നമ്മൾ ഐസിൻ്റെ അനുഭവം പറഞ്ഞതുപോലെ, ആ ഒരു വിജ്ഞാനത്തിൻ്റെ അനുഭവ തലത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സദാ ധ്യാനിച്ചുകൊണ്ട് ആ ഈശ്വരീയ ഭാവത്തിലേക്ക്, മോക്ഷപദത്തിലേക്ക് എത്തിച്ചേർന്നു. ഇത് നോക്കൂ, ആരും പ്രേരിപ്പിച്ചു പോയതല്ല. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, സ്വയം തനിക്ക് തന്നെ ആ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതിൻ്റെ സുഖം, അതിൻ്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും തൻ്റെ ശരിയായ പാത ഇതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോവുകയാണ് പൃഥു മഹാരാജാവ് ചെയ്യുന്നത്. അങ്ങനെ
ഭഗവാനെ അങ്ങയുടെ തന്നെ അംശമായിട്ടുള്ള ആ പൃഥു മഹാരാജാവ് അങ്ങയിലേക്ക് തൻ്റെ ഉള്ളിലെ ആ ചൈതന്യത്തെ ലയിപ്പിച്ചു, ആ ആത്മാവിനെ ലയിപ്പിച്ചു. തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. തത്താദൃക് പൃഥുവപുരീശ. തത്താദൃക് എന്ന് പറഞ്ഞാൽ തത്താദൃക്, തത് താദൃക്, അപ്രകാരം അപ്രകാരമുള്ള പൃഥുവപുരീശ, പൃഥുവിൻ്റെ രൂപത്തിൽ വന്ന അല്ലയോ ഭഗവാനെ, ഈശ അല്ലയോ ഭഗവാനെ, പൃഥുവായി അവതരിച്ച അല്ലയോ ഭഗവാനെ. സത്വരം മേ, സത്വരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ, വേഗത്തിൽ തന്നെ മേ എൻ്റെ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. രോഗൗഖം, ഔഖം എന്നാൽ ഒഴുക്ക്, കൂട്ടം എന്നൊക്കെ അർത്ഥം. രോഗൗഖം, എൻ്റെ ഈ രോഗസമൂഹങ്ങളെ പ്രശമയ ഇല്ലാതെയാക്കി തരണമേ, ശമിപ്പിച്ചു തരണമേ. വാതഗേഹവാസിൻ, അല്ലയോ ഗുരുവായൂപുരത്തിൽ വസിക്കുന്ന അല്ലയോ ഭഗവാനെ, സ്വയം പൃഥുവായി അവതരിച്ച അല്ലയോ ഭഗവാനെ. സനൽകുമാരാദി മഹർഷിമാരുടെ ആ തിരുമുഖത്തിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകളുടെ ആ ആത്മതത്വത്തിൻ്റെ ആ മഹാവിജ്ഞാനത്തെ നുകർന്ന പൃഥു മഹാരാജാവ് എപ്രകാരമാണോ സ്വയം തപസ്സിനായി പുറപ്പെട്ട് തൻ്റെ തന്നെ ഉള്ളിലെ ചൈതന്യത്തെ, ആ ആത്മാവിനെ ആ പരമാത്മാവിലേക്ക് ലയിപ്പിച്ചത്, അങ്ങോട്ട് പ്രാപിച്ചത്, അതിനെ ഭഗവാനെ എത്ര പെട്ടെന്നാണ് അതെല്ലാം സാധ്യമായത്. ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് സാധ്യമാകുമോ ഭഗവാനെ? എല്ലാം അവിടുത്തെ ഒരു സങ്കല്പമാണ്, അവിടുത്തെ ഒരു മായയാണ്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അവിടുത്തേക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഭഗവാനെ, അവിടുന്ന് എൻ്റെ രോഗസമൂഹങ്ങളെ പെട്ടെന്ന് മാറ്റിത്തരയണമേ, വേഗത്തിൽ തന്നെ മാറ്റിത്തരയണമേ അല്ലയോ ഗുരുവായൂരപ്പ എന്നൊരു അപേക്ഷയോടുകൂടിയാണ് ഇവിടെ ഈ പൃഥുചരിതം ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 18ാമത്തെ അധ്യായത്തിൽ ദശകത്തിൽ അവസാനിപ്പിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയവാതഗേഹവാസിൻ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യത്തെ വരിയിൽ ദധാന, അവിടെ ഒരു വിസർഗമുണ്ട്. അവിടെ ചില ബുക്കുകളിൽ പാഠഭേദം വരുന്നത് ദധാന എന്ന് പറഞ്ഞൊരു വിസർഗം കൊടുത്തിട്ടുണ്ടാവാം. ചില ബുക്കുകളിൽ ദധാന സ്വാത്മാനം, താഴെയപ്പം സാ കൂട്ടക്ഷരമായിരിക്കും. അവരവരുടെ ബുക്കിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കുക. ദധാന എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ വിസർഗം കൊടുത്ത് തന്നെ വായിക്കുക. ഇല്ലെങ്കിൽ ദധാന സ്വാത്മാനം, അപ്പം സ്വ കട്ടിയിൽ വായിക്കണം, താഴത്തെ കൂടെ ചേർത്ത് വായിക്കുകയാണെങ്കിൽ. അടുത്തത് സ്വയമഗമോ, സ്വയം അഗമഹ ആണ്, സ്വയമഗമോ, അപ്പം മാ ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് രോഗൗഖം, അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ബാക്കിയൊക്കെ വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇത്രയുമാണ് ഈ ഒരു ശ്ലോകം വിചാരം ചെയ്യുമ്പോൾ ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതും പറയിപ്പിച്ചതും എല്ലാം തന്നെയും ഭഗവാനെ അവിടുത്തെ ഒരു ലീലയാണ്. അവിടുത്തെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുകയാണ് സർവ്വതും ഭഗവാനെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.